അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ എൻട്രൻസ്. രണ്ട് സൈഡിലും നമ്മൾ വുഡൻ പാനൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് കിച്ചണിലോട്ട് കയറി വരുന്നിടത്ത് നമ്മൾ ഈ ടോൾ യൂണിറ്റ് വെച്ചിട്ടുണ്ട്. 2 ഡോറായിട്ടാണ് ചെയ്തേക്കുന്നത്. ഉള്ളിൽ 4 തട്ടുകളുണ്ട്, താഴെ 2 തട്ടുകളും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടോൾ യൂണിറ്റിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. അപ്പോൾ ടോൾ യൂണിറ്റിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു മോഡേൺ ആയിട്ട് വയ്ക്കാനായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണെന്ന് പറഞ്ഞാൽ അതൊക്കെ പിന്നെ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ സാധാരണ ഒരു ടോൾ യൂണിറ്റാണ് ഉണ്ടാക്കിയേക്കുന്നത്. യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ, ഇതിപ്പം പിസ്സയുടെ സോസും ജാമും ന്യൂട്ടെല്ല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, കുറച്ച് ബിസ്ക്കറ്റ്, കുറച്ച് സ്നാക്സ്, അതൊക്കെയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി അതിൻ്റെ കുറച്ചധികം വാങ്ങിക്കും ഞാൻ. ചിലപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് അരിയാണ്. പിന്നെ കുറച്ച് തവികളും സ്പൂണും അതൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാനിതാ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സോസാണ്, നമ്മുടെ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ഒരു ബാസ്ക്കറ്റിലാക്കി വെച്ചേക്കും. അല്ല ചിലപ്പോൾ തട്ടി മറിഞ്ഞ് താഴെ വീഴില്ലേ, അതുകൊണ്ടൊരു ബാസ്ക്കറ്റിലായിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ ഈ ആ ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരു പൊടിക്കുന്ന മെഷീനാണത്. പിന്നെ അവിടെയും കുറച്ച് നമുക്ക് ഇതൊന്നും എനിക്ക് എത്തത്തില്ല, അതുകൊണ്ട് എപ്പോഴും എടുക്കാത്ത സാധനങ്ങൾ മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ വെച്ചേക്കുന്നത് ഞാൻ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റാൻഡിൽ ഹെയർ ഓയിൽ, പിന്നെ നമ്മുടെ സോഡ മേക്കറിൽ ഉപയോഗിക്കുന്ന ബോട്ടിലാണിത്. പിന്നെ ഇത് ടോസ്റ്ററാണ്. ഇത് മിക്കവാറും ഉപയോഗിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രേയിൽ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതിലെപ്പോഴും പൊടിയൊക്കെ വേണം, എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും, വയറൊക്കെ ഉള്ളതുകൊണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ അങ്ങ് എടുത്തുകൊണ്ട് പോയി ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രേയിൽ വെച്ചേക്കുന്നത്. വെക്കുമ്പോഴാണെങ്കിൽ അവിടെ വൃത്തിയായിട്ട് ഇരുന്നോളൂ. ആറാണ് ബുള്ളറ്റ് മിക്സിയാണിത്. എനിക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഫ്രിഡ്ജ് അടയ്ക്കുന്ന ക്ലോത്താണ്. പിന്നെ ഈ ഒരു കബേർഡിൽ എൻ്റെ മൺചട്ടികൾ, ഞാൻ ഡെയിലി ഉപയോഗിക്കുന്ന മൺചട്ടികളെല്ലാം എവിടെയാണ് വെച്ചേക്കുന്നത്. കാസറോൾ ഞാൻ വെച്ചേക്കുന്നത് ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. 2 കാസറോള് വയ്ക്കാൻ പറ്റും, കാരണം വലിയ 2 കാസറോള് ഇതിൻ്റെ മേലെ പോകില്ല. അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡും കൂടെ വെച്ച് സപ്പോർട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ നമുക്ക് കാസറോള് വയ്ക്കാം. അപ്പോൾ അതാണ് ഈ ഒരു ഭാഗത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ബാസ്ക്കറ്റിലാണ് അത്യാവശ്യമുള്ള ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഇതിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ചപ്പാത്തി പലക അതൊക്കെ അവിടെ വെച്ച് സോഡയുടെ ഇതുണ്ട്, ഗ്യാസ് നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ ഈ ടോൾ യൂണിറ്റിൽ. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ കൗണ്ടർ ടോപ്പ്. ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ആമസോണിൽ കൂടെ വാങ്ങിച്ചതാണ്. നമുക്ക് അത്യാവശ്യം കുറച്ച് ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ ഇത് കുറച്ച് സീസണിങ്സ് ആണ്. അതൊക്കെ എടുക്കാൻ എളുപ്പത്തിന്. ഇതൊക്കെ ഡെയിലി കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ചിന് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും, പിന്നെ ഒരു ക്ലോക്ക് വയ്ക്കാനും, ചെറിയൊരു പ്ലാന്റ് വയ്ക്കാനും, പിന്നെ ഈ മുട്ട കോഴീനെ വെക്കാനും ഒക്കെ ആണ് ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ അതിൻ്റെ ഇവിടെ കണ്ടോ സ്പൂണോ തവിയോ ഇതൊക്കെ തൂക്കിയിടാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ അത് നമുക്ക് ഇത് ഇവിടെ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് നമ്മൾക്ക് നമ്മുടെ ഫുഡൊക്കെ ബാക്കി വരുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെ അവിടെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു മണി പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കെറ്റിൽ, പിന്നെ ഇതിൽ എല്ലാം ഇത് ഒക്കെ ആമസോൺ അല്ല ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഒരു ആനക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഇടയ്ക്കൊക്കെ എനിക്ക് കുറേ ചോപ്പറുണ്ട്, അതിലൊരു ചോപ്പറാണിത്. ഇതിൽ ജീരകം, ഇതിൽ ഉലുവ, ഇത് രണ്ടും. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കാണാമോ? ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. ഇതൊക്കെ വെറുതെ ഷോക്കേസിൽ വെച്ചേക്കുമായിരുന്നു. അതൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് കണ്ടോണ്ടും ഇരിക്കാം, ആവശ്യത്തിന് സാധനവും ആവും. അപ്പോൾ അതുമല്ല കുഞ്ഞതായതുകൊണ്ടേ നമ്മുടെ കിച്ചൺ അധികം സ്പേസ് അങ്ങനെ പോകത്തൊന്നുമില്ല. അപ്പോൾ അത്രയാണ് ഈ ഒരു സൈഡിലുള്ളത്. പിന്നെ ഈ ഒരു ടൈൽസ് എന്ന് പറയുന്നത് മൊറോക്കൻ ടൈൽസ് ആണ് കേട്ടോ. അതാണ് കിച്ചൻ്റെ ഈ ഒരു ടൈൽസും അല്ല, നമ്മുടെ ജെറ്റ് ബ്ലാക്ക് കളറും ഈ ഒരു ടൈൽസും മാച്ചിങ് അല്ലേ. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള അടുക്കിപ്പെറുക്കലൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് എല്ലാം അസസബിൾ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം തിരിച്ചും മറിച്ചും കുഴച്ചൊക്കെ ഇടും. ഫുള്ള് ബേക്കിംഗ് ഐറ്റംസ് ആണ് കേട്ടോ. ബേക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. ഒരു സമയത്ത് അതൊക്കെ എന്നും ഉപയോഗിക്കുമായിരുന്നു.
പിന്നെ ഇവിടെയാണ് നമ്മൾ നെയ്യ് വെച്ചിട്ടുണ്ട്, കോഫി പൗഡർ, ഷുഗർ, ജാഗരി പൗഡർ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ. അതായത് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും എത്തിപ്പിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ കബോർഡിനൊക്കെ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു തട്ട് മാത്രമേ എത്തത്തുള്ളൂ, അതിൻ്റെ മേലത്തെ തട്ട് എനിക്ക് എത്തത്തില്ല. ഈ 3 ജാറുകളും ഈ 3 പാത്രങ്ങളും ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നെയ്ച്ചോറാണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും അങ്ങനത്തെ എല്ലാ സംഗതികൾക്കും ഈ 3 പാത്രങ്ങൾ. ഇതിന് അടപ്പുണ്ട് കേട്ടോ, ഗ്ലാസ് അടപ്പ്. അപ്പം അതുകൊണ്ട് ഈ 3 പാത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേലെ ഇതില്ലേ, ഇത് ഫുഡ് പ്രോസസ്സറിൻ്റെ, അതായത് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ആ മേലെ വെച്ചേക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കബഡിലുള്ളത്. പിന്നെ ഇതിങ്ങനെ വന്ന് ഇനി നമുക്ക് ഈ ഭാഗം കാണാം. ഇപ്പം നമ്മളിവിടെ ഇതാ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ മേലെയാണ് സ്റ്റീമറും അങ്ങനത്തെ അതൊക്കെ വെച്ചേക്കുന്നത്. അല്ലാണ്ട് നമുക്ക് സ്പേസ് ഇല്ല വെക്കാൻ. ടോപ്പ് ഞാൻ പറയാം എന്നാക്കിയുള്ളതെന്ന്. ഇവിടെ ഒരു സോഡ മേക്കർ ഉണ്ട്, ഒരു ജഗ്ഗും ഗ്ലാസും വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് ബാസ്ക്കറ്റ് ഇതെവിടെയാണ് വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ എയർ ഫ്രയർ. ഇത് കുറച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ചെറിയൊരു ബോക്സാണ്. കുത്തിരിയും പിന്നെ നമ്മുടെ ബുള്ളറ്റ് റൈസും ഇതിലാണ് ഇട്ട് വയ്ക്കുന്നത്. പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും. ഇത് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അത്രയാണ് ഈ കൗണ്ടർ ടോപ്പിൽ. പിന്നെ ഒരു ഇടികല്ല് 2 ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തും ഉണ്ട്. അതാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മളിതാ ഇത് ഒട്ടിച്ചിങ്ങനെ വെക്കും. കത്രികയൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കും. ഇത് നമ്മുടെ കവർ ഒട്ടിക്കുന്നതും അത് ഒട്ടിച്ച് വയ്ക്കും. ഇനി ഇതിൻ്റെ മേലെ കബോർഡ് കാണിച്ചു തരാം. ഈ കബോർഡിലാണ് നമ്മൾ സ്നാക്സ് ഐറ്റംസ് എപ്പോഴും, അതായത് ഇപ്പം ബ്രെഡ് എല്ലാം ഒരിടത്ത് വെക്കുകയുള്ളൂ. കാരണം മിസ്സായി പോയാൽ ചിലപ്പോൾ കേടായി പോകത്തില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നതാണ് സ്ട്രെയിനർ, അതുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. പിന്നെ നൂഡിൽസ് നമ്മൾ ഇതിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മേലേക്ക് എടുത്ത് വെച്ചതാണ്. പിന്നെ എൻ്റെ കുറച്ച് ടൈം ടേബിൾ കണ്ടു ഇവിടെ. എൻ്റെ ഫുഡിൻ്റെ ഒക്കെ കുറച്ച് ടൈം ടേബിളുകളാണ്, ഇതും അതുമല്ല, താഴെയുള്ളതല്ല. അപ്പോൾ അതും കഴിഞ്ഞ് ഇനി അടുത്ത കബോർഡ്. ഇനി ഇതിൽ നമ്മുടെ ഗ്രോസറി ഐറ്റംസ്, പരിപ്പ്, വൻപയർ, മല്ലി, കടല, ഗ്രീൻ പീസ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇതിൻ്റെ പുറകിലോട്ടുണ്ട്. അവല് എല്ലാം ഈ ഒരു കബോർഡിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. എല്ലാം ഇതിൽ പോവും. പിന്നെ കുറച്ച് പാൻ പോലത്തെ ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ വെച്ചേക്കുന്നത്. അതാകുമ്പോൾ എടുക്കാൻ എളുപ്പമാണല്ലോ. ഇതൊക്കെ പാല് കാച്ചുന്ന കലമാണ്, അതൊക്കെ എടുക്കാൻ എളുപ്പത്തിന് അത്രേ വെച്ചിട്ടുള്ളൂ അവിടെയൊക്കെ. ഇവിടെയാണ് മിക്സി, അടുത്ത മിക്സി. ഈ ഒരു കബോർഡിൽ ഞാൻ 2 മിക്സി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന മിക്സി, ഈ ബ്ലാക്ക്. ഇത് ഉഷയുടെ നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന മിക്സിയാണ് ഇവിടെ. ഇത് രണ്ടും ഞാൻ താഴെ വെച്ചേക്കുന്നത് എനിക്ക് എപ്പോഴും എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ. എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇതും കൂടെ വെച്ചാൽ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു കബോർഡിൽ വെച്ചേക്കുന്നത്. പിന്നെ മേലെയാണ് ഞാൻ സോസ് പാനും പിന്നെ ഈ അതുപോലത്തെ ഈ നമ്മുടെ തൂക്കുപാത്രം പോലത്തെ പാത്രം വെച്ചേക്കുന്നത്. ഈ ദോശയുടെ മാവോ ഇനി വല്ല മോര് കറിയോ സാമ്പാറോ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളുണ്ട്, അത് ഇപ്പം അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ മിക്സിയൊക്കെ അങ്ങനെ എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം സ്ഥലം കിട്ടും. ഇനി ഇതിൽ ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന, അതായത് നമ്മൾ കുഴച്ചെടുത്തിട്ട് പിന്നെ ചപ്പാത്തി കുഴയ്ക്കാനോ അല്ലെങ്കിൽ പുട്ടിൻ്റെ പൊടി മിക്സ് ചെയ്യാനൊക്കെ ഉള്ള പാത്രങ്ങളും കുറച്ച് ഈ ഉരുളി പോലത്തെ പാത്രങ്ങളാണ് ഉള്ളത്. ഈ ഒരു കബോർഡ് എന്ന് പറഞ്ഞാൽ സുജാതയുടെ ഒരു മിക്സി ഞാൻ കാണിച്ചു തന്നില്ലേ, അതിൻ്റെ ജാറുകളാണ് കേട്ടോ ഇതെല്ലാം. പിന്നെ ഇതെൻ്റെ ചോപ്പറാണ്, ഇത് മിക്കവാറും ഞാൻ യൂസ് ചെയ്യുന്ന ചോപ്പറാണ്. അപ്പോൾ അത്രയാണ്, ഇപ്പം കണ്ടില്ലേ, ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇനി ബാക്കിയുള്ള മിക്സിയുടെ ജാറുകൾ വേറൊരു കബോർഡിലാണ്. ഇതൊക്കെ എനിക്ക് എടുക്കാൻ എളുപ്പത്തിലാണ് ഞാൻ എല്ലാം താഴേക്ക് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യൂട്ടിലിറ്റി ഏരിയ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ താഴത്തെ ഭാഗങ്ങൾ നോക്കാം. താഴെ ഞാൻ വലിയ കാര്യമായിട്ടൊന്നുമല്ല വെച്ചേക്കുന്നത്, പക്ഷെ എനിക്ക് യൂസ്ഫുൾ ആണെന്നുള്ളത് പോലെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം നോക്കുമ്പോൾ കുറേ പാത്രത്തിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെയും കുപ്പി പാത്രങ്ങളുടെ ഒക്കെ അടപ്പുകൾ ഞാനൊരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ചെരിച്ച് വെച്ചേക്കുവാണ്. ഇത് എൻ്റെ പാത്രങ്ങളൊക്കെ വേറെ വേറെ സ്ഥലത്താണ് വെച്ചേക്കുന്നത്. ഇത് ഇങ്ങനെ ഞാൻ അടുക്കി വെച്ചേക്കുന്നത് വെച്ചാൽ തപ്പരുത് നമ്മളൊരിക്കലും, ഓരോ പാത്രത്തിനും തപ്പാൻ പാടില്ല, അതിനാണ് അങ്ങനെ വെച്ചേക്കുന്നത്.
ഇതൊക്കെ പിന്നെ നോൺ വെജും ഫിഷും ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു കബേർഡ് ഫുൾ അങ്ങനത്തേതാണ്. പിന്നെ അതിൻ്റെ അടിയിലേക്ക് നമ്മൾ അരിയും പിന്നെ ഗ്രോസറി ഐറ്റംസ്, ഈ ഉണക്കം മുളകുണ്ടല്ലോ, അതൊന്നും ഞാൻ ആ വലിയ പാത്രത്തിൽ വെക്കില്ല. അതൊക്കെ സെപ്പറേറ്റ് വെക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂത്തുപോകും. അതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ ഗോതമ്പ് പൊടി നമ്മൾ ഒരുപാട് വാങ്ങിച്ചിട്ട് ഗോതമ്പ് പൊടി ഒരു വലിയ പാത്രത്തിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ടിടും. അപ്പോൾ അത് മിച്ചം വരുന്നത് എല്ലാം വെക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കബേർഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത്. ഈ ഒരു കബേർഡ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഗ്ലാസ് കപ്പ്, വെള്ളം കുടിക്കാനുള്ള കപ്പുകൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ, ഇത് ചെറിയ പാത്രങ്ങൾ, ബൗളുകൾ, അങ്ങനത്തേതെല്ലാം ഇവിടെയാണ്. വെയിറ്റ് ചെയ്യാനുള്ള 2 സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വയ്ക്കാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ, അടപ്പുകളുണ്ടല്ലോ, അതിൻ്റെ പാത്രങ്ങളാണ് ഇതൊക്കെ. പിന്നെ സ്റ്റീൽ ചെരുവങ്ങളാണിത്. പിന്നെ പുട്ടുകുറ്റി, ഇടിയപ്പത്തിൻ്റെ അച്ച്, മുട്ട പുഴുങ്ങുന്നത്, ഇതൊക്കെ ചീനിച്ചട്ടികൾ, കുഞ്ഞു നമ്മൾ താളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ പാത്രങ്ങളില്ലേ, അതൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു കബേർഡിൽ. ഇത് ശരിക്കും ഓയിൽ വെക്കാനുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇവിടെയാണ് ഞാൻ ഗ്ലാസ്സിന് ഒരു 2-3 ഗ്ലാസ്സും, പിന്നെ അടിയിലേക്ക് വാട്ടർ ബോട്ടിൽ, നമ്മൾ എവിടെയും പുറത്തൊക്കെ പോകുമ്പോൾ എക്സ്ട്രാ ബോട്ടിലൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ആ ബോട്ടിലുകൾ എക്സ്ട്രാ വേണ്ടതുകൊണ്ടാണ് അവിടെ വെച്ചേക്കുന്നത്. അത്രയാണ് ഇതിൻ്റെ അകത്ത്. ഓയിലൊന്നും ഞാൻ ഇവിടെ വെക്കാറില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ കണ്ടോ, നമ്മുടെ സ്റ്റൗവിൻ്റെ ഇവിടെ അടിയിലൊരു വേറൊരു പോർഷനുണ്ട്. അതിൻ്റെ വയറൊക്കെ ഇടാനുള്ളൊരു പോർഷനാണ്. അപ്പോൾ അവിടെയാണ് ശരിക്കും സ്റ്റൗവിൻ്റെ വയറുണ്ടല്ലോ, അത് വിടാനുള്ളൊരു ഇതാണ്. അവിടെ ഞാനിപ്പോൾ നമ്മുടെ ഗരം മസാലയുടെ ബോക്സ് വെച്ചേക്കുന്നത് അവിടെയാണ്. അതാകുമ്പോൾ അപ്പോൾ ഇത് വെക്കാനും ഒരു സ്പേസ് ആയി, ഇവിടെ വെറുതെ കിടക്കുകയില്ലല്ലോ. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴുള്ള മാവിൻ്റെ അതും ഞാനിവിടെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും വെക്കാനുള്ളൊരു സ്ഥലമായി. ഇതെല്ലാം ജസ്റ്റ് നമ്മളിങ്ങനെ അടച്ചു വിട്ടാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വിട്ടാൽ തന്നെ അടഞ്ഞോളൂ. ഇവിടെയാണ് മസാല പൊടികൾ. ഇത്രയും മസാലകൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ എക്സ്ട്രാ സീസണിങ്സ് അല്ലാണ്ട് ബാക്കി എല്ലാ മസാലയും ഞാൻ മേലെ വെച്ചേക്കുന്ന കുറച്ച് സീസണിങ്സ് ഉണ്ടല്ലോ, അതല്ലാതെ ബാക്കി എനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മീറ്റ് മസാല, ചിക്കൻ മസാല, ഡ്രൈ ഫ്രൂട്ട്, അതായത് നമ്മുടെ കിസ്മിസ്, കാഷ്യൂനട്ട്, കായം, ജീരകത്തിൻ്റെ പൊടി, ഉലുവപ്പൊടി, എല്ലാം, മസാലപ്പൊടി, ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, കൊടംപുളി, വാളംപുളി എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇതാണ് വാളംപുളി, കൊടംപുളി, പിന്നെ മേത്തി ലീവ്സ്, ഇതൊക്കെ നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിക്കാത്തതുണ്ട്, ഉണക്കമുളകുണ്ട് പൊടിക്കാത്തത്, സാമ്പാർ പൊടിയുണ്ട്, അങ്ങനെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പെരുംജീരകം, പിന്നെ എള്ള്, വെളുത്ത എള്ളും കറുത്ത എള്ളും ഉണ്ട്. ഇത് വെളുത്ത എള്ള്. അപ്പം അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഈ ഒരു ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. ഏലക്കാപ്പൊടി ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ഒരു ട്രേ മാത്രം തുറന്നാൽ മതി. കിച്ചണിൻ്റെ നമ്മൾ സ്റ്റൗവിൻ്റെ തൊട്ട് താഴെയാണിത്. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഓടി പോകണ്ട. കണ്ടോ, ഇത് സ്റ്റൗവ് തൊട്ട് താഴെ. ഇത് ശരിക്കും കട്ട്ലറി യൂണിറ്റ് ആയിരുന്നു. ഞാനത് കട്ട്ലറി അവിടുന്ന് മാറ്റി. എന്നിട്ട് നമുക്ക് ഉപകാരത്തിൽ കൊള്ളുന്ന സാധനങ്ങളല്ലേ അടുത്ത് വെക്കേണ്ടത്. തവിയൊക്കെ നമ്മൾക്ക് ഒരുപാട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം അങ്ങനെ ആക്കിയത്. ഇനി അതിൻ്റെ താഴെ ഇവിടെയാണ് ഞാൻ പൊടികൾ, അതായത് കാണാമോ, ഇവിടെയാണ് പൊടികൾ വെച്ചേക്കുന്നത്. റാഗിപ്പൊടി, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ബേസൻ ഫ്ലോർ, പിന്നെ ബിസ്ക്കറ്റ് ഇടാനുള്ളത് പാത്രം, പിന്നെ സോയ ചങ്ക്സ്, കോൺഫ്ലോർ, ഇതെന്നതാ റൈസ് ഫ്ലോർ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രം ഇങ്ങനെ എടുത്താൽ മതിയല്ലോ, പോരെ, മതി, ഇതിങ്ങനെ എടുത്താൽ മതി. പിന്നെ എക്സ്ട്രാ ഉള്ള ഗരം മസാലകളൊക്കെ ഇതുണ്ടോ ഇങ്ങനെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, എക്സ്ട്രാ ഉള്ള ഗരം മസാല. പിന്നെ ഇവിടെ ഒരു ചോപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം എൻ്റെ കയ്യിൽ വേറൊരു ജ്യൂസ് അടിക്കുന്ന ഒരു സാധനമുണ്ട്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ ഇത് ചോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല.
ഇത് കണ്ടോ, ഇത് നമ്മൾ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ എന്തെങ്കിലും ജ്യൂസ്, മാമ്പഴമോ അല്ലെങ്കിൽ ഓറഞ്ചോ വാട്ടർമെലനോ ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിലങ്ങ് പ്രസ് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇവിടെ ഈ സാധനത്തിൽ അങ്ങ് പ്രസ് ചെയ്താൽ, കറണ്ടിൽ കുത്തണം കേട്ടോ, പ്രസ് ചെയ്താൽ നല്ല ജ്യൂസായിട്ട് വരും. അപ്പോൾ അതിന് ശരിക്കും ഇങ്ങനത്തെ ഒരു ടംബ്ലർ വേണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉപയോഗിക്കാതിരിക്കുന്ന ഇതേ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ഉപയോഗിക്കും, അപ്പോൾ പുറത്തേക്കൊന്നും തെറിക്കത്തില്ല. ഇത് സിലിണ്ടർ വയ്ക്കുന്ന സ്ഥലം. അപ്പോൾ അതിവിടെയാണ് ഞാൻ നമ്മുടെ ഓയിലും വെക്കുന്നത്. ടോപ്പിൻ്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓയിലൊക്കെ വെക്കുന്നത് ഇവിടെയാണ്. വെളിച്ചെണ്ണയും സൺഫ്ലവർ ഓയിലും ഞാൻ ഉപയോഗിക്കും. നെയ്യ്, നല്ലെണ്ണ അത് ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെയാണ് അവിടെ വെച്ചേക്കുന്നത്. ഷുഗറും പഞ്ചസാരയും ചായപ്പൊടിയും ഈ സൈഡിലും വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആര് വന്നാലും ചായ ഇടാൻ വേണ്ടി ഇപ്പം ഇവിടെ ആർക്കും എല്ലാവരും ചായ ഇടും. അപ്പോൾ എല്ലാവർക്കും ചായ ഇടണമെങ്കിൽ ഇപ്പം സാധനം തപ്പി പോകണ്ടല്ലോ. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ സാധനം മാറ്റി ഇവിടെ തപ്പലാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് സാധനങ്ങളൊന്നും മാറ്റാറില്ല. സ്റ്റിക്കർ ബാസ്ക്കറ്റ്, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പഴവും എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് വെക്കാം. തേങ്ങ, സവോള, ഉരുളക്കിഴങ്ങ്, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കുക്കറുകൾ. ഇത്രയും കുക്കറുകളാണ് ഉപയോഗിക്കുന്ന കുക്കറുകൾ. അതുകൊണ്ട് അതവിടെ എടുത്തു വെച്ചു. എല്ലാ കുക്കറും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. കട്ട്ലറി യൂണിറ്റ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി. ഇവിടെ തവികൾ ആവശ്യത്തിനുള്ളത് വെച്ചിട്ടുണ്ട്. കുഴി തവികൾ വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ തവികൾ വെച്ചിട്ടുണ്ട്. അരിപ്പ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതൊരു ബീറ്ററാണ്, അതും വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൂണ്, ഫോർക്ക്, ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ചട്ടുകം വെച്ചിട്ടുണ്ട്. നമ്മുടെ കവറൊക്കെ ലോക്ക് ചെയ്യുന്നില്ലേ, അതും ഇത് ഉപയോഗിക്കുന്നത് തീരുന്ന കവറിൻ്റെ ഒക്കെ ഇങ്ങോട്ടേക്ക് വെക്കും. പിന്നെ ഇപ്പം നമുക്ക് ഈ ഒരു സാധനം വന്നതുകൊണ്ട് ഇങ്ങനത്തെ സാധനത്തിൻ്റെ ആവശ്യം അധികമില്ല. ഇപ്പം ചട്ടുകവും തവി, കത്തി, കത്രിക എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിസ്സ കട്ടർ, ബൗള് വെച്ചേക്കുന്നത്. ഇതിൻ്റെ അടപ്പുകളൊക്കെയാണ് ഞാൻ നേരത്തെ ആ കബേർഡിൽ കാണിച്ചു തന്നില്ലേ, എല്ലാത്തിൻ്റെ അടപ്പുകളൊക്കെ ഉള്ളതിൻ്റെ ഒക്കെ അടപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് കുറച്ച്, അതായത് കടുക്, ചെറിയ ജീരകം, അങ്ങനത്തെ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ അകത്താണ്. പിന്നെ ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ബോക്സുകൾ, പിന്നെ ഇതുപോലത്തെ പാല് നമ്മൾ വാങ്ങിച്ചു വെക്കും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ തേങ്ങാപ്പാൽ വാങ്ങിച്ചു വെക്കുക, അത് ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. അത് നിറയുമ്പോൾ വേസ്റ്റ് നമ്മളത് കളയണം. ഹാൻഡുണ്ട്, അതിൽ നമ്മുടെ സിങ്ക് കഴുകാനുള്ള കുറച്ച് ലോഷനും ലിക്വിഡും ടാബ്ലറ്റും അങ്ങനത്തെ സംഗതികളൊക്കെ, സ്പോഞ്ചും അതൊക്കെ വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിൽ. ഇതൊക്കെ സ്റ്റീലിൻ്റെ റാക്കാണ്. തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ തൊലി പൊളിയുന്നതുകൊണ്ട് ഇവിടെ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് തൊലി പൊളിയത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇതിങ്ങനെ പാട് വീഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. അല്ല, ഇവിടെയാണ് മിക്സിയുടെ മറ്റേത് സുജാതയുടെ മിക്സിയും ജാറൊക്കെ അല്ലേ കാണിച്ചു തന്നെ, ഉഷയുടെ ഇതും കാണിച്ചു തന്നു. ഇത് ഉഷയുടെ ജാറാണ്. ഇത് ബട്ടർഫ്ലൈ, ഞാനൊരു കറുപ്പ് ഒരു ഇതെണ്ണം കാണിച്ചു തന്നല്ലേ. അപ്പം ഇത് ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇത് ബുള്ളറ്റ് ജാറിൻ്റെ ജാർ, ബുള്ളറ്റിൻ്റെ അത് കാണിച്ചു തന്നില്ല, അതിൻ്റെയാണ് ഈ ജാറ്. അപ്പം ഈ ഒരു ട്രേ നിറച്ചും അല്ല ഈ ഒരു കബേർഡിൽ ഇങ്ങനത്തെ മിക്സിയുടെ ജാറുകൾ. മറ്റേ മേലെ കുട്ടികളുടെ ലഞ്ച് ബോക്സ്, ലഞ്ചൊക്കെ കൊണ്ടുവന്ന് എക്സ്ട്രാ ബോക്സുകളൊക്കെയാണ് മേലെ വെച്ചേക്കുന്നത്. അത് അമ്മക്ക് കൊട്ടയെ പിടിച്ച് വലിച്ച് എനിക്ക് എടുക്കാൻ പറ്റും.
ഇത് കണ്ടപ്പം ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കുമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. പക്ഷേ ഇപ്പം നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിക്കാറേയില്ല. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഞാനെടുത്ത് താഴെ വയ്ക്കാം, അല്ലെ ഇതിന് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് എടുത്ത് താഴെ വയ്ക്കും, അല്ലാത്തപ്പോൾ ഇതിങ്ങനെ മേലെ വയ്ക്കും, അല്ലെങ്കിൽ നമുക്കിവിടെ സ്പേസ് ഇല്ല. പിന്നെ ഈ ഒരു കബേർഡിലാണ് ഓയിൽ. ഇതെങ്ങനെ ഇങ്ങനെ കറക്കിയാൽ മതി ഓയിൽ. ഇത് ഈ തേന്, എൻ്റെ തിച്ചിലൂടെ തേനുണ്ട്, അതിപ്പം ഇതിങ്ങനെ വെച്ചാലേ നമുക്കത് കിട്ടത്തുള്ളത് കൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ്, ഇതിലെങ്ങനെയാണ് ഓയിൽ. ഞാൻ ഹെയർ ഓയിൽ ഇവിടെ ആയിരുന്നു. ഇനി ഇവിടെ വന്നിട്ട് പിള്ളേർ ആഞ്ഞു കിടക്കുമ്പോൾ തന്നെ എൻ്റെ ചെടി കളയും. അതുകൊണ്ട് ഞാൻ ഹെയർ ഓയിൽ അങ്ങോട്ട് വെച്ചു. ഇത് എനിക്കെടുക്കാൻ പറ്റുന്ന ഓയിൽ, അതുകൊണ്ട് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഡപ്പകൾ മേലെ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ എന്താ ഉണ്ടേ, ഇവിടെ നമ്മുടെ ലോണ്ട്രി ഏരിയ ആണ്. ലോണ്ട്രി ഏരിയയിൽ മേലെ കുറച്ച് ലോണ്ട്രി ഐറ്റംസിൻ്റെ സാധനങ്ങൾ, ഇങ്ങനത്തെ അതായത് ഡിഷ് വാഷറിൻ്റെ ടാബ്ലറ്റ് എന്നാണ് അതിന് പറയുക. അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ലോണ്ട്രി ഐറ്റംസും പിന്നെ അതുമാണ് അവിടെ ഉള്ളത്. ഇവിടെയാണ് ഞാൻ അത്യാവശ്യം പാത്രങ്ങൾ അധികം കഴുകിയത് ഒരുപാടുണ്ടെങ്കിൽ കഴുകി വയ്ക്കാനുള്ളൊരു ഏരിയ. ഇത് നമ്മുടെ കോഫി മെഷീനാണ് കേട്ടോ, ഉപയോഗിക്കുന്നില്ല. അത് യൂട്ടിലിറ്റി ഏരിയ ആണ്. ഇതൊരു 120 സെൻറ്റിമീറ്റർ എങ്ങാണ്ടാണ് ഇതുള്ളത് രണ്ടും കൂടെ. അപ്പം നമുക്ക് വേണ്ടവർക്ക് ഇവിടെ ഒരു സ്ലാബൊക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ വയ്ക്കാം. ഞാനിവിടെ ചോറിൻ്റെ നമ്മുടെ ചൂടാരപ്പെട്ടിയൊക്കെ ഇവിടെയാണ് വെച്ചേക്കുന്നത്. ഒരു വാഷിംഗ് മെഷീനും ഡിഷ് വാഷറും വെക്കാൻ കറക്റ്റ് പാകത്തിനാണ് ഇതുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ കോൺഫ്ലേക്സ് കളറാണ് ഈ സിങ്കിൻ്റെ കളറ്. അപ്പം 3 വർഷം ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു കറകൾ വരുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചത്രയും വലിയ പ്രശ്നം ഇതിനില്ല. ഈ ഒരു ടൈൽസിനെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി ഇട്ട് അവിടെ കിടന്നോളും എപ്പോഴും. പക്ഷെ നമ്മളെപ്പോഴും മസാലകൾ അതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മോശമാവും. പക്ഷെ നന്നായിട്ട് ക്ലീൻ ആവുന്നതേ ഉള്ളൂ. പിന്നെ കഴുകുന്ന പാത്രങ്ങളൊക്കെ ഇതേപോലത്തെ ട്രെയിൽ ഞാൻ എപ്പോഴും ഇട്ട് വയ്ക്കും കേട്ടോ. പിന്നെ എന്താ ഉള്ളത് നമുക്ക്, പിന്നെ ഇവിടെ ഈ ഒരു ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ, ഇത് വെറ്റ് വേസ്റ്റ് അല്ല, നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റ്, അത് ഡ്രൈ വേസ്റ്റ്. ഇതിൽ ഞാൻ പഴയ കഞ്ഞിവെള്ളം മുട്ടയുടെ തോടൊക്കെ വെച്ചേക്കുന്നത്. അപ്പം ഈ ഒരു ലിക്വിഡേ നമ്മുടെ കബേർഡിൽ പോലെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാനിത് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കിച്ചൻ്റെ ഇവിടെ ഒരു ഹീറ്റർ അല്ലെങ്കിൽ ഗീസർ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പാത്രം കഴുകുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കഴുകാൻ പറ്റും കേട്ടോ. പിന്നെ ചൂല് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. പിന്നെ ഡസ്റ്റ് പാന് ഇതൊക്കെ. പിന്നെ 2 ഇതേപോലത്തെ പാനേ ഞാൻ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. അധികം ഉള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു കിച്ചൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഫിൽട്ടർ ഇവിടെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പ്ലേറ്റ്സ് വെച്ചേക്കുന്നത്. പിന്നെ ഇഡ്ഡലി തട്ട് കണ്ട ഞാൻ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ കിച്ചൺ. പിന്നെ ലിക്വിഡ് നമ്മൾ പ്ലേറ്റ് ഒക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇത് പുഷ് ചെയ്യുമ്പോൾ ലിക്വിഡ് മേലേക്ക് വരുന്നതല്ലേ, അത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അതാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ട്രേ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നുണ്ട്. നമ്മുടെ ഈ കിച്ചണേ ഇത് പണിതപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയത് എന്നാന്ന് വെച്ചാൽ, ഇതുകൊണ്ടോ ഇത് ഇച്ചിരി പൊക്കി പണിതു. ഈ പൊക്കി പണിതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കഴുകുന്ന വെള്ളം എല്ലാം ഇതിലേ വന്ന് ഇങ്ങനെ താഴോട്ട് വീഴും. ഇതെത്ര ഞാൻ ഈ കിച്ചൺ ഇല്ലാത്തപ്പം അറിയാൻ മേലാത്ത ആരെങ്കിലും ഒക്കെ വന്നിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, എൻ്റെ മമ്മിയൊക്കെ വരുവാണെങ്കിൽ അവർക്ക് പരിചയമില്ല. കാരണം പാത്രം കഴുകി ആ പാത്രത്തിൻ്റെ വെള്ളം എല്ലാം ഇങ്ങോട്ട് വീഴും. അതുകൊണ്ട് എനിക്ക് വേറെ ഒരാളുടെ കയ്യിലോട്ട് ഈ കിച്ചൺ മാറാൻ തന്നെ പേടിയായി. ഇപ്പം നമുക്കിപ്പോൾ ഇവിടെയുള്ള വീട്ടിലുള്ള എല്ലാവരും ഇത് അഡ്ജസ്റ്റ് ആയി. അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെ ഈ ഒരു സിങ്ക് വെച്ചപ്പോഴും ഇതുണ്ട്, ഇതിലെ കൂടെ വെള്ളം ഒഴുകി താഴേക്ക് വീഴും. അപ്പോൾ നമ്മുടെ ഈ കബേർഡ് ഇതിപ്പോൾ 2-3 വട്ടം മാറ്റി ഈ കബേർഡ്. കാരണം ഈ വെള്ളം അങ്ങോട്ട് പോകേണ്ടതിന് പകരം നേരെ ഇത് നമ്മളുടെ ശ്രദ്ധയില്ലെങ്കിൽ പറ്റുന്ന മിസ്റ്റേക്കുകളാണ് ഇതൊക്കെ. ഇതിങ്ങനെ ഒരിക്കലും എല്ലാ കിച്ചൻ്റെ ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ വേറൊരു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയ സമയത്താണ് ഇത് പണിതത്. ഹസ്ബൻഡാണെങ്കിൽ അത്ര ശ്രദ്ധിച്ചില്ല. ഈ സാധനം വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇത് മാറ്റി പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവരത് അങ്ങ് ഫിക്സ് ചെയ്തു. എന്നാ പറയാൻ, എക്സ്ട്രാ പിന്നെയും കട്ട് ചെയ്യണമെന്ന് എന്തൊക്കെയോ പറഞ്ഞു. എന്നാണേലും അതങ്ങനെയായി. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഇവിടെ പാത്രം കഴുകേണ്ടത്. പിന്നെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ അത്.
അപ്പോൾ അതിൻ്റെ അകത്ത് തുളയുണ്ടാവും, വേസ്റ്റ് ഉണ്ടോ? ഇപ്പം ഉണ്ടോ അതിൻ്റെ അകത്ത് വേസ്റ്റ് ഇല്ല. അതിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ താഴേക്ക് പൊക്കോളും. എന്നിട്ട് ആ വേസ്റ്റ് എടുത്ത് നമുക്ക് ബക്കറ്റിലിട്ടാൽ മതി. അപ്പോൾ അതിനുവേണ്ടി അത് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ കഴുകി കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചാൽ അത് വൃത്തിയിരുന്നോളും. ഈ കിച്ചൺ നമ്മളൊരു മോഡൽ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇച്ചിരി പ്ലാന്റ് പോലെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുങ്ങളായിരുന്നു അത് ഡിസൈനർ. ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു ഭാഗം കൊടുത്തു. അപ്പം ഞാനവിടെ ഇങ്ങനെ ചെടികൾ വെച്ചു. നമ്മുടെ കിച്ചൺ ടിഷ്യൂ ആണ്. ആ നേരെ വെക്കുന്ന സാധനം ഞാൻ അങ്ങോട്ട് തിരിച്ച് വെച്ച് കീഴോട്ടാക്കി. അപ്പോൾ നമുക്കിങ്ങനെ വലിച്ചെടുത്താൽ പോരെ. അങ്ങനെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നത്. ആമയെ ഞാൻ കിച്ചണിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വയ്ക്കാൻ ചിലപ്പോൾ ഇവിടെ വയ്ക്കും. അങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ വയ്ക്കാം. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ടിഷ്യൂ വെച്ചു, ഒരു ഗ്രാസ് വെച്ചു. അതാകുമ്പോൾ പെട്ടെന്ന് ഇവിടെ വെള്ളമൊന്നും വീഴത്തില്ല. വെള്ളം വീണ പെട്ടെന്ന് ഇവിടെ കേടാവും. എന്നിട്ട് തന്നെ ഇവിടെ കണ്ട് ചെറുതായിട്ട് കേടാകുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ പുറം, ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് ഭാഗം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊടിയൊക്കെ ഇങ്ങോട്ടേക്ക് വരത്തില്ല, അല്ലെങ്കിൽ നല്ല പൊടി അകത്തേക്ക് വരും. ഇത് നമ്മുടെ പാലൊക്കെ വാങ്ങുന്ന ബാസ്ക്കറ്റ് ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇത് ഐക്യെന്ന് വാങ്ങിച്ചാണേ. നമ്മൾ പാത്രം കഴുകി ഈ ഒരു ഇതിൻ്റെ മേലേക്ക് വെച്ചാൽ നന്നായിട്ട് പ്ലേറ്റ് ഉണങ്ങുകയും ചെയ്യും. ഈ സാധനവും പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഈ വെള്ളം കുടിച്ചാലും പെട്ടെന്ന് ഇതും ഉണങ്ങും, സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം കുറച്ച് പാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ഇവിടെ വെച്ചു. ഇതിൻ്റെ അടിഭാഗത്ത് ഇവിടെ ഞാൻ എക്സ്ട്രാ നമ്മൾ ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കും. എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കും കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കിച്ചൺ. അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇന്ന് ഡി കിച്ചൺ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.